യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ജയിലിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഇതിന് ഇപ്പോൾ ബലം പകരുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ ഒരു പോസ്റ്റാണ്. അദ്ദേഹം ആ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിചാരണ, ക്രിമിനൽ കേസിലുള്ള വിചാരണ ഈ ഞായറാഴ്ച തുടങ്ങുകയാണ്. കാരണം ഇത്രയും കാലം വിവിധ യുദ്ധങ്ങളിലായിരുന്നു ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു അടിയന്തരാവസ്ഥയായിരുന്നു, എല്ലാം സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴതെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള വിചാരണ ആരംഭിക്കും. 2019 കൈക്കൂലി, വഞ്ചന, വിശ്വാസ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയത്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. അതിന്റെ വിചാരണ 2020 തുടങ്ങിയെങ്കിലും പിന്നീട് അത് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, ഈ ഹമാസിന്റെ ഒരു ഭീകരാക്രമണം, തുടർന്ന് ഗസയിൽ നടത്തിയ അറ്റാക്ക്, ലെബനന് ഇറാനുമായിട്ടുള്ള ഒരു പോരാട്ടം, ഇപ്പോൾ ഇറാനുമായിട്ടുള്ള സംഘർഷം, ഇതൊക്കെ ഇവിടെ ഇറാൻ ഇതിനെ കാണുന്നത് പോസിറ്റീവായിട്ടല്ല, നെഗറ്റീവായിട്ട് തന്നെയാണ്. ഇറാൻ പറയുന്നത് ഈ ബെഞ്ചമിൻ നെതന്യാഹു ജയിലിലേക്ക് പോകാനൊരു സാധ്യത ഉണ്ടെങ്കിൽ വീണ്ടും ഒരു യുദ്ധം തുടങ്ങിക്കൊണ്ട് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ നടപ്പാക്കി ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ബെഞ്ചമിൻ നെതന്യാഹു ഒരുപക്ഷെ ശ്രമിച്ചേക്കാം എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും ലെബനനിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം നിർത്തിവെക്കണമെന്ന് നെതന്യാഹുവിന് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇതിനെ ഒരു ജാഗ്രതയോട് കൂടി തന്നെയാണ് ഇറാൻ കാണുന്നത്. കാരണം ഇത്രയും നാൾ ഈ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് പ്രധാനപ്പെട്ട കാരണവും ഈ കേസായിരുന്നുവെന്നും ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന ആ നീക്കങ്ങളാണ് ഈ യുദ്ധത്തിൽ കലാശിക്കുന്നതെന്നുമൊക്കെയാണ് വിവിധ രാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഏതായാലും ഈ ഞായറാഴ്ച തന്നെ അതിന്റെ വിചാരണ ആരംഭിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള വിചാരണ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.